Hi all, welcome back to our channel mintflavours for you. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എഗ്ഗ് വെച്ചിട്ടുള്ള ഒരു ഈസി സ്നാക്കാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെയുള്ള ചെറിയ ബെല്ലൈക്കനോടെ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ടുള്ള ഈ എഗ് സ്ട്രിപ്സ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ഒരു 3 കോഴിമുട്ടയാണ്. ഇത് നമുക്ക് ഒരു ബൗളിലോട്ട് പൊട്ടിച്ച് വയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും 1/4 ടീസ്പൂൺ ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത ശേഷം നമുക്കിത് ഒന്ന് സ്റ്റീം ചെയ്ത് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്യാം. ഈ സമയം കൊണ്ട് നമുക്ക് ഈ എഗ്ഗ് ഫ്രൈ ചെയ്യാനുള്ള മിക്സ് റെഡിയാക്കാം. ഇതിനായിട്ട് ഞാൻ എടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ മൈദയും 1 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1/4 ടീസ്പൂൺ ചില്ലി പൗഡറും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെയാണ്. ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മറ്റൊരു ബൗളിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1 ടേബിൾ സ്പൂൺ മൈദയും 1/2 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസും 1/2 ടീസ്പൂൺ ചില്ലി പൗഡറും കാശ്മീരി ചില്ലി പൗഡറാണ് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മാഗി മസാല പൗഡറും ചേർത്ത് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വലിയ ലൂസല്ലാതെയും വലിയ തിക്കല്ലാതെയുള്ള ഒരു ബാറ്ററായിട്ട് വേണം നമ്മളത് മിക്സ് ചെയ്തെടുക്കാൻ. ഇനി ഈ ബാറ്ററിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്ത് നമ്മുടെ എഗ്ഗ് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിനെ ഇതുപോലെ സ്ട്രിപ്സ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ചൂടാക്കി എടുക്കാം. ആദ്യം നമുക്ക് ഈ ബാറ്ററിലൊന്ന് മുക്കിയെടുത്ത ശേഷം പൗഡറിലിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ. കാരണം ഉള്ളിലുള്ള എഗ്ഗൊക്കെ ഓൾറെഡി കുക്ക്ഡാണ്. ഇതിൻ്റെ പുറത്തെ കോട്ടിങ് മാത്രം കുക്കാവാനുള്ള ടൈം മതി. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. നമ്മുടെ എഗ് സ്ട്രിപ്സ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.